ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ച വാർഷികം ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ഓരോ ഭാരതീയനും ഭാരതത്തെപ്പറ്റി അഭിമാനം കൊള്ളണം. നമ്മളുടെ പ്രധാനമന്ത്രി, നമ്മളുടെ സംസ്ഥാനം, നമ്മളുടെ മുഖ്യമന്ത്രി, നമ്മളുടെ MP-മാർ, നമ്മുടെ MLA-മാർ, നമ്മളുടെ കൗൺസിലർമാർ, ചെയർമാൻമാർ, വില്ലേജ് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഉൾപ്പെടെ ലോകമെമ്പാടും വിവിധ പോസ്റ്റുകളിലിരിക്കുന്നവർ ഭാരതത്തെ പറ്റിയുള്ള അഭിമാനം കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കണം. ഇത് ഋഷീവരന്മാരുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസികളുള്ള രാജ്യം ഭാരതമാണ്. ഏറ്റവും കൂടുതൽ എത്തിസ്റ്റുകൾ ഏറ്റവും കുറവുള്ള രാജ്യമാണ് ഭാരതം. എല്ലാവർക്കും ദൈവത്തെ ഭയവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മതവിശ്വാസത്തിലാണ് നിൽക്കുന്ന ഒരു സമൂഹമാണ് ഭാരതത്തിലുള്ളവർ. അതിൽ തന്നെ ദക്ഷിണേന്ത്യ സഭയുടെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ രൂപം പ്രാപിച്ചത് സെപ്റ്റംബർ 27-നാണ്. വിദേശ മിഷണറിമാർ, ആംഗ്ലിക്കൻ, പ്രസ്ബിറ്റീരിയൻ, ലണ്ടൻ മിഷൻ സൊസൈറ്റി, ബാസൽ മിഷൻ, എല്ലാം കോൺഗ്രിഗേഷണൽ സഭകൾ ഒരുമിച്ച് ചേർന്ന് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, ഇന്ത്യയുടെ പേരുള്ള ഒറ്റ പാൻ നമ്പറിലുള്ള അനുഗ്രഹീതമായി സഭ എല്ലാവരെയും കോർത്തിണക്കി മുൻപോട്ട് കൊണ്ടുപോകുന്നു. ഇതിൻ്റെ നന്മകൾ അനുഭവിക്കുമ്പോൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവരെയും പ്രാർത്ഥിച്ചവരെയും സ്മരിക്കുന്നു. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മഹാത്മാഗാന്ധിയോടൊപ്പം പോരാടിയ അനേകരുണ്ട്. അപ്രകാരമുള്ള അനേക പോരാട്ടത്തിലാണ് മഹാത്മാഗാന്ധിയുടെ അടിസ്ഥാനം യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലുള്ള പകർവ്വത പ്രസംഗവും 5, 6, 7 അധ്യായങ്ങൾ മാറ്റിയെടുക്കുവാനായിട്ട് സാധിച്ച ആ വലിയ സ്വാധീനം. ഋഷീവരന്മാർ അസത്തോമ സദ്ഗമയ, തമസ്യോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ, ഓം ശാന്തി അത് പാടിയപ്പോൾ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് പണ്ടാരും കള്ളം പറയുകയില്ലായിരുന്നു. തപസ്യോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എല്ലാവരിലും വെളിച്ചമുണ്ടായിരുന്നു. മൃത്യോമാം അമൃതംഗമയ, മരണത്തിൽ നിന്നും ജീവനിലേക്ക്. ആ ഒരു വലിയ കാഴ്ചപ്പാടോടെ മുൻപോട്ട് പോകാൻ സാധിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, വിശുദ്ധ ലൂക്കോസ് 1:39 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ജനനത്തെപ്പറ്റി പറയുകയാണ്. യേശുവിൻ്റെ ജനനത്തെപ്പറ്റി പറയുന്ന വാക്യങ്ങളാണ്. കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസറത്തിലേക്ക് മടങ്ങിപ്പോയി. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. യാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരിഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. ഇത് വലിയൊരു സംഭവമാണ്. 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ യേശു കർത്താവിൻ്റെ 12-ാം വയസ്സിൽ യേശുവിനെ യെരുശലേമിൽ കൊണ്ടുപോകുന്ന ആ വലിയ ഒരു പ്രക്രിയ. യേശുവിനെ യെരുശലേമിൽ കൊണ്ടുപോകുമ്പോൾ ആ ദേവാലയത്തിലുള്ള ആ വലിയ പഠിപ്പിക്കലിൻ്റെ ഭാഗമായി തീരാൻ സാധിച്ചു. ഇന്ന് കൺഫർമേഷൻ അല്ലെങ്കിൽ ആദ്യ കുർബാന കൊടുക്കുവാനുള്ള പ്രായം 13 വയസ്സ്. കാരണം അത് നൽകപ്പെടുന്നത് ഒരു ബാലന് അറിവ് ലഭിച്ച് അമ്മയപ്പന്മാർ അവനെ വളർത്തി, അവന് മാമോദീസ നൽകി, അവന് കൺഫർമേഷൻ കൊടുത്ത് അവനിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും നൽകപ്പെടേണ്ടതിന് അവനെ എപ്പിസ്കോപ്പ അനുഗ്രഹിച്ച് അവന് നൽകപ്പെടുന്നതായിട്ടുള്ള വലിയൊരു ദൗത്യം. അതുകൊണ്ട് ആ ദൗത്യത്തിൻ്റെ ഭാഗമായി തീരുവാനാണ് എന്നെ നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത്.
ആ ദൗത്യത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ, ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിച്ച് മതിയാവും. ഈ ദൗത്യത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ ദേവാലയത്തോടുള്ള സ്നേഹം പോലെ ഇത് വായിച്ച് കേൾക്കുന്ന കാണുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കുഞ്ഞുങ്ങളെ അപ്രകാരമുള്ള ദൈവ പഠനത്തിനായി വളർത്തുമ്പോൾ ദേവാലയത്തോടുള്ള, യേശുക്രിസ്തുവിന് ദേവാലയത്തിലൊരു മിനിസ്ട്രിയുണ്ട്. അവൻ ഗ്രാമം തോറും പട്ടണം തോറും സഞ്ചരിച്ച് ദേവാലയങ്ങളിൽ പ്രസംഗിച്ചു. അപ്പോൾ ചർച്ച് ഒരു റെഡിമെയ്ഡ് മിനിസ്ട്രിയാണ്. അതുകൊണ്ട് അതിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കുന്ന, എവിടെ നിൽക്കുന്നു, ഏത് സ്ഥലത്ത് നിൽക്കുന്നു എന്നുള്ളതല്ല, നമ്മളൊക്കെ ഒരു നല്ല മലയാളിയായി, ഒരു നല്ല പാരമ്പര്യമുള്ള ഭാരതീയനായി, ആ പാരമ്പര്യമുള്ള ഭാരതീയനെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് നമ്മുടേതായ ഒരു പാരമ്പര്യമുണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ ആർഷഭാരത സംസ്കാരമുള്ള നല്ല ഭാരതീയരായി ഈ ഭാരതത്തെ നശിപ്പിക്കുവാൻ മറ്റ് രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ, നമ്മുടെ കേരളത്തെ നശിപ്പിക്കുവാൻ MDMA മുതലായുള്ള ഡ്രഗ്സ് മുതലായുള്ള മദ്യം മുതലായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിലെ യുവതീ യുവാക്കളെയും ഭാരതത്തിലെ യുവതീ യുവാക്കളെയും തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, അതിൽ നിന്ന് മാറ്റിയെടുത്ത് അവരിൽ നിരാശയുടെ ബോധ്യം തളർത്തിയെടുത്ത് ഇവിടെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരുന്ന ആ അന്ധകാരക്കെട്ടിൽ നിന്ന് വിടുതൽ കൊടുക്കുവാൻ നമ്മളുടെ യുവതലമുറയെ 12 വയസ്സ് വരെ സഭയോടുള്ള ബന്ധത്തിൽ വളർത്തിയെടുക്കുവാൻ എനിക്ക് നിങ്ങൾക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം, കണ്ണുനിറയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഒരു ഉത്തമ ഇന്ത്യൻ പൗരനായി ഞങ്ങൾക്ക് നിലനിൽക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടേതായ സംഭാവനകൾ ഞങ്ങളുടെ വാക്കുകൊണ്ട്, പ്രവർത്തനം കൊണ്ട്, ഇടപാടുകൾ കൊണ്ട് ഭാരതത്തിന് അഭിമാനകരമായി തീരുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രധാനമന്ത്രിയെയും ഞങ്ങളുടെ മുഖ്യമന്ത്രിയെയും ഞങ്ങളുടെ മറ്റ് പ്രിയപ്പെട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭാരതത്തെ മാറ്റിയെടുക്കുവാൻ യേശു കർത്താവ് പഠിപ്പിച്ച ദൈവസ്നേഹം, ശത്രുവിനെ സ്നേഹിക്കുന്ന ആ വലിയ ദൈവസ്നേഹം, രണ്ടുള്ളവരൊന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് യേശു കൽപ്പിച്ച ആ വലിയ ദൈവസ്നേഹം ഭാരതത്തിലുടനീളം സംജാതമായി മുന്നേറുവാൻ സഹായിച്ചാട്ട്. ഇത് വായിക്കുന്ന കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ അനുഗ്രഹിച്ചാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.